നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്തെ CPM പ്രവർത്തകരായ 200ഓളം പേർ പാർട്ടി വിട്ട് CPIയിൽ ചേർന്നു. ദേശീയപാത 17 ചന്ദ്രാപ്പനി ഹൈസ്കൂൾ റോഡിനടുത്ത് മീൻ കയറ്റി വന്ന ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മീൻ ലോറി തലകീഴായി മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. ചന്ദ്രാപ്പനിയിൽ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകും. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് CPM പ്രവർത്തകരായ 200ഓളം പേർ പാർട്ടി വിട്ട് CPIയിൽ ചേർന്നു. പാർട്ടി കയ്പമംഗലം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PM നൌഷാദ്, PR രാജീവ്, PH ഷമീർ, കൂരിക്കുഴി ബ്രാഞ്ച് സെക്രട്ടറി KJ അരുൺ ഉൾപ്പെടെ 35ഓളം പേർ പാർട്ടി അംഗങ്ങളും ബാക്കിയുള്ളവർ പാർട്ടി അനുഭാവികളുമാണ്. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി ഭാഗത്തുള്ളവരാണ് CPM വിട്ട് CPIയിൽ ചേർന്നവരിൽ അധികവും. CPIയിൽ ചേർന്നവർക്ക് കൂരിക്കുഴിയിൽ സ്വീകരണം നൽകി. ലോക്കൽ കമ്മിറ്റി നേതാവായിരുന്ന വ്യക്തി നടത്തിയ അനധികൃതമായ ഭൂമി ഇടപാടും മണൽ കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് PM നൌഷാദ് അടക്കമുള്ളവർ പറഞ്ഞു. നിരന്തരമായ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട സഖാവിനെതിരെ കയ്പമംഗലത്തെ LC മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരുമായിട്ടുള്ളവരും പരാതി നൽകിയുണ്ടായി ജില്ലാ കമ്മിറ്റിക്ക്. പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ പരാതി ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൻ്റെ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്നും ഞങ്ങളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ടും ഒരു നടപടിയും എടുക്കാനായിട്ട് ഈ നേതൃത്വം തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കയ്പമംഗലത്തെ പാർട്ടി തകർന്നടിയുമെന്നുള്ളൊരു സംശയമില്ല ഞങ്ങൾ. അതേസമയം പാർട്ടി വിട്ടവർ 8 പേർ മാത്രമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി സഹകരിക്കാത്തതിനാൽ ഇവർക്കെതിരെ നടപടി ആലോചിച്ചുകൊണ്ടിരിക്കെയാണ് ഇവർ പാർട്ടി വിട്ടതായി പ്രചരിപ്പിക്കുന്നതെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MC ശശിധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങാത്ത പാർട്ടി മെമ്പർമാരെ പാർട്ടി നിർത്താൻ കൊള്ളില്ല എന്നും അത് വളരെ ഗൗരവപൂർവ്വം പരിശോധിച്ചുകൊണ്ട് നടപടിയെടുക്കണമെന്നും പാർട്ടി നേതൃത്വ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ റിവ്യൂവും അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കാൻ പോകുന്ന അവസരത്തിലാണ് പാർട്ടിയിലെ ചില മെമ്പർമാർ 5-8ഓളം വരുന്ന പാർട്ടി മെമ്പർമാർ കഴിഞ്ഞ ദിവസം കൂടി CPIയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവർ പറയണത് അവരൊക്കെ ലോക്കൽ കമ്മിറ്റി മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായിരുന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കാലങ്ങൾ കുറേ കഴിഞ്ഞ് സമ്മേളനങ്ങൾ കുറേ കഴിഞ്ഞു. ആ ടൈറ്റിലാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാരും പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കണവരല്ല. ഇപ്പോൾ ഇതൊക്കെ വെറും പാർട്ടി മെമ്പർമാർ മാത്രമാണ്. വർഗവിഭജന സംഘടനകളിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് ഇതര ഘടകങ്ങളിലൊന്നും തന്നെ നേതൃത്വപരമായൊരു പങ്ക് വഹിക്കുന്നില്ല. ദേശീയപാത 17 ചന്ദ്രാപ്പനി ഹൈസ്കൂൾ റോഡിനടുത്ത് മീൻ കയറ്റി വന്ന ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മീൻ ലോറി തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ മതിലകം പുന്നയ്ക്ക് ബസാർ പേരമംഗലത്ത് അജ്മൽ, ഇരിങ്ങാലക്കുട പാണങ്ങാട്ട് സഞ്ജയ്, ലോറി ഡ്രൈവർ വിഴിഞ്ഞം സ്വദേശി മേൽഭവനിൽ വിജയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ലോറിയിലുണ്ടായിരുന്ന മത്സ്യം റോഡിൽ ചിതറി. പിന്നീട് മറ്റൊരു വാഹനം കൊണ്ടുവന്ന് മത്സ്യം കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. മതിലകം പോലീസും ലൈഫ് ഗാർഡ്സ് ആക്സ് പ്രവർത്തകരും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ചന്ദ്രാപ്പനിയിൽ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചന്ദ്രാപ്പനി സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്താണ് സ്വകാര്യ വ്യക്തികൾ 2 കെട്ടിടങ്ങളിലായി 60ഓളം തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് നമ്പർ അനുവദിച്ചിട്ടില്ലാത്ത ഒരു കെട്ടിടത്തിൽ കെട്ടിടം പണിക്ക് മോട്ടോർ വെക്കുന്നതിന് അനുവദിച്ച വൈദ്യുതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ കെട്ടിടത്തിൽ 3 മുറികളിലായി 30ഓളം പേരാണ് താമസിക്കുന്നത്. കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതും തൊട്ടടുത്ത കുളത്തിലേക്കാണ്. ഈ കുളം നിറഞ്ഞാൽ മാലിന്യം സമീപത്തുള്ള തോടുകളിലേക്കാണ് ഒഴുകുക. രാത്രികാലങ്ങളിൽ താമസക്കാരുടെ ബഹളം മൂലം സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ET ടൈസൺ മാസ്റ്റർ MLA സ്ഥലം സന്ദർശിച്ചു. അടിയന്തര നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പിനോടും മതിലകം പോലീസിനോടും MLA നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആരോഗ്യ പ്രശ്നം മാത്രമല്ല, നമ്മുടെ സുരക്ഷിതത്വം പോലും അപകടം എന്ന അർത്ഥത്തിലാണ് കാണുന്നത്. കുട്ടികൾക്കും അവിടുത്തെ
രക്ഷിതാക്കൾക്കും സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളടി, അതിൻ്റെ വിഷയങ്ങൾ. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അവർ എന്തും ചെയ്താലും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വളർന്നു വരുന്ന സ്ഥിതി. ഉറപ്പായിട്ടും നല്ല നടപടി പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ സ്ഥലം SI തുടങ്ങി ഉൾപ്പെടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും. അതേസമയം അനധികൃത കെട്ടിടത്തിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അറിയിച്ചു. തലശ്ശേരിയിൽ ദലിത് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 പീടികയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. PS ഷാഹിർ, VA ആഷിഫ്, MU ഉമറുൽ ഫാറൂഖ്, PD സജീവൻ എന്നിവരും സംസാരിച്ചു. പ്രകടനമായെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചത്. കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ ഹെൽത്ത് ക്ലബ്ബ് ചുമതലക്കാരായ അധ്യാപകരുടെ യോഗം ചേർന്നു. മതിലകം ബ്ലോക്ക് ഹാളിൽ നടന്ന യോഗം ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ AEO VP ശംഭവി അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബിദലി, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ, മതിലകം BPO ഭാനുപ്രിയൻ, കൊടുങ്ങല്ലൂർ BPO MS മായ എന്നിവരും സംസാരിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ബിഞ്ചു C ജേക്കബ്, TS സജീവൻ, TK മീരാഭായ് എന്നിവരും ക്ലാസ് നയിച്ചു. ഈ ലൊക്കാലിറ്റി തന്നെ 3ഓളം കേസുകൾ, പെൺകുട്ടികളുടെ കേസുകൾ ഡി-അഡിക്ഷൻ സെന്ററിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു. അതായത് 2 മാസം കൊണ്ട് ചികിത്സിച്ചിട്ട് പോലും അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എത്തുന്നില്ല. അത്ര രീതിയിൽ ആ രീതിയിൽ അഡിക്ഷൻ ആയിപ്പോയോ ഈ നിങ്ങളുടെ വിദ്യാലയത്തിലുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഡി-അഡിക്ഷൻ. അതും ഉപയോഗിക്കുന്ന മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സങ്കടം. കഞ്ചാവ് ഇവിടെ സുലഭമാണ്, ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ സുലഭമാണ്. വികസന പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ആരോഗ്യ മേഖലയ്ക്കാണെന്ന് കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സന്ദർശനത്തിനിടയിൽ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് MLA ഇക്കാര്യം വ്യക്തമാക്കിയത്. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഒഴിവ് നികത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് VR സുനിൽകുമാർ പറഞ്ഞു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി അഡീഷണൽ കാഷ്വൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റോഷന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ MLAയോട് ആവശ്യപ്പെട്ടു. ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ അറ്റകുറ്റപ്പണി പദ്ധതി വേഗത്തിൽ ആരംഭിക്കുക, ആശുപത്രിക്ക് സ്വന്തമായി CT സ്കാനിംഗ് മെഷീൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീനുകൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ആശുപത്രി അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA മറുപടി പറഞ്ഞു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല രാജ്കമൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, കൗൺസിലർമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള.